നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുഎസും ഇസ്രയേലും ചേർന്ന് വധിച്ച ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഖബറടക്കം നടക്കുന്നത് ഇന്നാണ്. ശനി ഞായർ ദിവസങ്ങളിൽ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ പൊതുദർശനം. തിങ്കളാഴ്ച ടെഹ്റാനിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള ഖോമിലേക്ക് വിലാപയാത്ര. അവിടുത്തെ ഷിയ സെമിനാരിയിലെത്തിക്കും. പിന്നീട് ഇറാഖിലെ കർബലയിലേക്കും അവിടെ നിന്ന് ഇറാനിലെ രണ്ടാമത്തെ വലിയ നഗരമായ മഷദിലേക്കും കൊണ്ടുപോകും. മഷദിലെ ഇമാം റസ ദേവാലയത്തിലെ കസർബസ്ഥാനിലാണ് അന്ത്യവിശ്രമം. 2024 ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഉൾപ്പെടെ ഒട്ടേറെ ഷിയ നേതാക്കളെ അടക്കിയത് ഇവിടെയാണ്. ഖമനേയിയുടെ മൃതദേഹം ഉണ്ടെന്ന് പറയപ്പെടുന്ന ശവപ്പെട്ടി പൊതുദർശനത്തിനായി ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ എത്തിച്ചപ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗേർ ഖലിബാഫ് തുടങ്ങിയവർ വികാരാധീനരായി. ഖമനേയിയുടെ കുടുംബാംഗങ്ങളുടെ മൃതദേഹങ്ങളും എത്തിച്ചിട്ടുണ്ട്. എന്നാൽ മകൻ മുസ്തഫ ഖമനേയി ചടങ്ങിന് എത്തിയില്ല. ഇവിടെ ഉയരുന്ന ന്യായമായ ഒരു സംശയമുണ്ട്. ഇത് വെറുമൊരു ചടങ്ങ് മാത്രമാണോ? ഇസ്ലാമിൽ മൃതദേഹം എംബാമിംഗ് ചെയ്യാൻ അനുവദിക്കില്ലല്ലോ. പിന്നെ 3 മാസം മൃതദേഹം എങ്ങനെ സൂക്ഷിച്ചു? അതോ മൃതദേഹം നേരത്തെ രഹസ്യമായി ഖബറടക്കം ചെയ്തോ? ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു ചോദ്യമാണ് ഇത്. ഇസ്ലാമിക ആചാരപ്രകാരം സാധാരണയായി മൃതദേഹം എത്രയും വേഗം ഖബറടക്കാനാണ് നിർദ്ദേശിക്കുന്നത്. രാസവസ്തുക്കൾ ഉപയോഗിച്ച് എംബാമിംഗ് ചെയ്യുന്നത് പല സാഹചര്യങ്ങളിലും അംഗീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കടുത്ത മതവിശ്വാസിയായ ഖമനേയിയുടെ മൃതദേഹം ഇത്രനാൾ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിച്ചു? അങ്ങനെയെങ്കിൽ ഖമനേയിയുടെ ഭൗതികാവശിഷ്ടം ഇന്ന് കാണുന്ന പെട്ടിയിൽ ഉണ്ടാകുമോ? എന്നാൽ യുദ്ധം, സുരക്ഷാ ഭീഷണി, വലിയ പൊതുപരിപാടികൾ എന്നിവ പോലുള്ള അസാധാരണ സാഹചര്യങ്ങളിൽ മൃതദേഹം ശീതീകരിച്ച മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത് പല ഇസ്ലാമിക പണ്ഡിതന്മാരും അനുവദനീയമാണെന്ന് അഭിപ്രായപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് എംബാമിംഗ് ചെയ്യാതെ കോൾഡ് സ്റ്റോറേജിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കാം എന്നതാണ് നിലവിൽ ലഭ്യമായ വിവരങ്ങൾ. ഖമനേയിയുടെ മൃതദേഹം നേരത്തെ രഹസ്യമായി അടക്കം ചെയ്തു. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ ശൂന്യമായ ശവപ്പെട്ടി മാത്രമാണ് എന്ന വാദം പലരും പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും അതിനെ പിന്തുണയ്ക്കുന്ന വിശ്വസനീയമായ തെളിവോ ഔദ്യോഗിക സ്ഥിരീകരണമോ നിലവിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം സുരക്ഷാ കാരണങ്ങളാൽ ചില രാജ്യങ്ങൾ ചില വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. ഫെബ്രുവരി 28 ടെഹ്റാനിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് 86-കാരനായ ഖമേനി കൊല്ലപ്പെട്ടത്. മരണപ്പെട്ട ദിവസം മുതൽ ജൂലൈയിൽ നടക്കുന്ന സംസ്കാര ചടങ്ങുകൾ വരെയുള്ള മാസങ്ങളിൽ നിയമപരവും മതപരവുമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ശീതീകരിച്ച ഫോറൻസിക് മോർച്ചറികളിൽ സൂക്ഷിക്കുകയായിരുന്നു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. മരണാനന്തരം ശരീരം എത്രയും വേഗം, സാധ്യമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ മറവു ചെയ്യണമെന്നാണ് ഇസ്ലാമിക ആചാരങ്ങൾ ശക്തമായി നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ചില നിർണായക സാഹചര്യങ്ങൾ കാരണം ചടങ്ങുകൾ നീട്ടിവെക്കാൻ ഇറാൻ അധികൃതർ നിർബന്ധിതരാവുകയായിരുന്നു. ഖമേനിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ ടെഹ്റാനിലും മറ്റ് ഇറാനിയൻ നഗരങ്ങളിലും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ശക്തമായ വ്യോമാക്രമണങ്ങളും മിസൈൽ വർഷങ്ങളും ഉണ്ടായിരുന്നു. ഇത്തരം കടുത്ത വ്യോമാക്രമണ ഭീഷണികൾ നിലനിൽക്കെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഒന്നിച്ചുകൂട്ടുന്നതും വിദേശ പ്രതിനിധികളെ ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുന്നതും അസാധ്യവും അങ്ങേയറ്റം അപകടകരവുമാണ്. തുടർന്ന് 2026 ജൂണിൽ ഇറാനും അമേരിക്കയും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും സംഘർഷം അവസാനിപ്പിക്കാനുള്ള പ്രാഥമിക കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്ത ശേഷമാണ് വൻ ജനപങ്കാളിത്തത്തോടെയുള്ള പൊതുചടങ്ങ് സുരക്ഷിതമായി ഏകോപിപ്പിക്കുന്നതിന് ആവശ്യമായ സാഹചര്യം അധികൃതർക്ക് ലഭിച്ചത്. ഇസ്ലാമിക വിശ്വാസപ്രകാരം രാസവസ്തുക്കൾ ഉപയോഗിച്ച് മൃതദേഹം എംബാം ചെയ്യുന്നത് കർശനമായി വിലക്കിയിട്ടുള്ളതിനാൽ മുൻ നേതാവിന്റെ ശരീരം കേടുപാട് കൂടാതെ സൂക്ഷിക്കാൻ അധികൃതർ പൂർണ്ണമായും താപനില നിയന്ത്രണ സംവിധാനങ്ങളെ ആകാം ഒരുപക്ഷെ ആശ്രയിച്ചത്. ഫോറൻസിക് മോർച്ചറികൾക്കുള്ളിലെ തണുത്തുറഞ്ഞ ശീതീകരണ സംവിധാനങ്ങളിലായിരിക്കാം മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് വിദഗ്ധരും ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു. വളരെ അപൂർവ സന്ദർഭങ്ങളിൽ ഇങ്ങനെ മൃതദേഹം അടക്കം ചെയ്യുന്നത് നീട്ടിവെക്കുന്നതിനും തണുപ്പിച്ച് സൂക്ഷിക്കുന്നതിനും ഷിയ മതനിയമങ്ങൾ അനുവാദം നൽകുന്നുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടുതന്നെ ഭരണകൂടത്തിന് ഇതിനായുള്ള മതപരമായ അനുമതി ലഭിച്ചു. ഫെബ്രുവരിയിലെ അതേ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമേനിയുടെ കുടുംബാംഗങ്ങളുടെ മൃതദേഹങ്ങൾക്കൊപ്പമാണ് അദ്ദേഹത്തിന്റെ ശരീരവും സൂക്ഷിച്ചിരുന്നത്. വെള്ളിയാഴ്ച 2026 ജൂലൈ 3 ആയത്തുള്ള ഖമേനിയുടെയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെയും ഭൗതിക ശരീരങ്ങൾ അടങ്ങിയ പെട്ടികൾ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല മസ്ജിദ് സമുച്ചയത്തിലാണ് എത്തിച്ചത്.
വിദേശ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സ്വകാര്യ ചടങ്ങുകൾക്കായി ഭൗതിക ശരീരം ഇപ്പോൾ അവിടെ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. തുടർന്ന് ഇറാനിലെയും ഇറാഖിലെയും 5 നഗരങ്ങളിലൂടെ 1 വാരം നീളുന്ന വൻ പൊതു വിലാപയാത്ര ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജൂലൈ 9 വെള്ളിയാഴ്ച ഖമേനിയുടെ ജന്മനാടായ മഷാദിലെ ഇമാം റസ ദർഗയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കും. എന്തായാലും ഈ ചടങ്ങുകളിലൊന്നും തന്നെ മകനും ഇപ്പോഴത്തെ പരമോന്നത നേതാവുമായ ആയത്തുള്ള മുസ്തഫ ഖമനേയി പങ്കെടുക്കുന്നില്ല. ഇസ്രയേലിന്റെ ഭീഷണിയും സുരക്ഷാ ആശങ്കകളും മുൻനിർത്തിയാണ് തീരുമാനമെന്നാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രതിനിധി ആയത്തുള്ള ഹക്കീം ഇലാഹി പറഞ്ഞത്. ഫെബ്രുവരി 28 ആക്രമണത്തിൽ പരിക്കേറ്റ മുസ്തഫ ഇതുവരെ പൊതുയിടത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇതേ ആക്രമണത്തിൽ മരിച്ച ഭാര്യ സഹ്റ ഹദ്ദാദ് ആദേലിന്റെ കബറടക്കത്തിനും അദ്ദേഹം എത്തില്ല എന്നാണ് വിവരം. ഖമനേയുടെ മൂത്ത മകൾ, 14 മാസം പ്രായമുള്ള പേരക്കുട്ടി, മരുമകൻ എന്നിവരും അന്നത്തെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട്. ഇസ്രയേൽ US സംയുക്ത ആക്രമണത്തിൽ മുസ്തഫയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നുവെന്നും ഇക്കാരണത്താൽ അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നുമാണ് ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് NBC ന്യൂസും റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിൽ മുസ്തഫയുടെ മുഖത്തും ശരീരമാകെയും പൊള്ളലേറ്റിരുന്നു എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ ഒരു കാലിന് പലതവണ സർജറി നടത്തിയതായും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു. യുദ്ധത്തിനു ശേഷം മുസ്തഫ ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി മുസ്തഫ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിയായ ആയത്തുള്ള ഹക്കി ഇലാഹിയും പറഞ്ഞു. മുസ്തഫയെ വധിക്കാൻ ഇസ്രയേലിന് പദ്ധതിയുണ്ടെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് തിങ്കളാഴ്ച ഭീഷണി മുഴക്കിയിരുന്നു. ഇറാൻ നല്ല വ്യാപാരികളാണെന്നും ഇളവ് നേടിയെടുക്കാൻ സമാധാന ചർച്ചയിൽ പരമാവധി ശ്രമിച്ചുവെന്നും കാറ്റ്സ് ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ ബുധനാഴ്ച ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി US-ന് ശക്തമായ താക്കീത് നൽകി. ഇസ്ലാമാബാദ് ധാരണാപത്രപ്രകാരം പശ്ചിമേഷ്യയിലെ ആക്രമണങ്ങൾ സ്ഥിരമായി അവസാനിപ്പിക്കുമെന്നും വളർത്തുമൃഗമായ ഇസ്രയേലിനെ നിലയ്ക്കു നിർത്തുമെന്നും US പ്രസിഡന്റ് ഉറപ്പു നൽകിയിരുന്നു. യജമാനന്റെ ആജ്ഞ അവർ നിരസിച്ചാൽ അവരെ പഠിപ്പിക്കാൻ ഇറാൻ അറിയാം. ഇറാനിലെ ജനങ്ങൾക്കോ നേതൃത്വത്തിനോ നേരെയുള്ള ഏതു ഭീഷണിക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് അരാക്ചി പറഞ്ഞത്. ഇതിനിടയിൽ കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾക്കിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുതിർന്ന കമാൻഡർ അഹമ്മദ് വാഹിദി പൊതുവേദിയിൽ എത്തി. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായാണ് അദ്ദേഹം എത്തിയത്. ഇസ്രയേൽ ആക്രമണത്തിൽ വാഹിദി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനിടെയാണ് വാഹിദിയുടെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. വ്യാഴാഴ്ച നടന്ന ശവസംസ്കാര ആസൂത്രണ യോഗത്തിൽ വാഹിദി പങ്കെടുത്തിരുന്നു. ഇതിനുശേഷം ഖമനേയുടെ മൃതദേഹത്തിന് സമീപം ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുകയും ചെയ്തു. ഇതിന്റെ ചിത്രങ്ങൾ ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവച്ചിട്ടുണ്ട്. ഫെബ്രുവരി 8 ശേഷമാണ് വാഹിദി പൊതുമധ്യത്തിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത്. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന വിപുലമായ ശവസംസ്കാര ചടങ്ങുകളുടെ ക്രമീകരണങ്ങളിലും വാഹിദി സജീവമായി ഇടപെടുന്നുണ്ട്. IRGCയിൽ ദീർഘകാല കമാൻഡറായ വാഹിദി ഇറാന്റെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായാണ് അറിയപ്പെടുന്നത്. എലൈറ്റ് ഗുഡ്സ് ഫോഴ്സിന്റെ മുൻ തലവനായും പ്രതിരോധ ആഭ്യന്തര മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ള ഇറാന്റെ ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വാഹിദി IRGCയുടെ തലവനായി ഉയർത്തപ്പെട്ടിരുന്നു. 1989 ഇറാന്റെ ആദ്യ പരമോന്നത നേതാവ് ആയത്തുള്ള റുഹുള്ള ഖമനേയുടെ കബറടക്ക ചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 8 പേർ മരിക്കുകയും 11,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2020 ഇറാന്റെ സൈനിക ജനറൽ ഖാസിം സുലൈമാനിയുടെ കബറടക്കത്തിനുണ്ടായ തിക്കിലും തിരക്കിലും 56 പേർ മരിച്ചിരുന്നു. ഇപ്പോൾ ഖമനേയുടെ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ജനങ്ങളുടെ ഒഴുക്ക് നഗരത്തെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകം എത്തിച്ചേർന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിലായി കോടിക്കണക്കിന് ആളുകൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കുചേരുമെന്നാണ് ഇറാനിയൻ അധികൃതരുടെ കണക്കുകൂട്ടൽ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. ഇറാനിലെയും ഇറാഖിലെയും 5 നഗരങ്ങളിലായാണ് വിലാപയാത്ര. ആദരാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ ടെഹ്റാനിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഈ വിലാപയാത്രയെ തങ്ങളുടെ ഭരണകൂടത്തിനുള്ള ഒരു ജനഹിത പരിശോധനയായിട്ടാണ് ഇറാന്റെ ആത്മീയ നേതൃത്വം കാണുന്നത്. ഏകദേശം 2 കോടിയോളം അനുയായികളെ തെരുവിലിറക്കി തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാനാണ് സർക്കാർ ശ്രമം. ഇതിനായി ജനങ്ങൾക്ക് സൗജന്യ താമസവും ഭക്ഷണവും യാത്രാ സൗകര്യവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഭീകരവാദത്തിനും അമേരിക്കയുടെ ഭീഷണികൾക്കും എതിരെ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ സന്ദേശമായിരിക്കും ഈ ചടങ്ങെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. കറുത്ത വസ്ത്രമണിഞ്ഞ് നെഞ്ചത്തടിച്ചും നിലവിളിച്ചും തങ്ങളുടെ നേതാവിന് വിട നൽകുന്ന ഷിയ ആചാരപ്രകാരമുള്ള ശവസംസ്കാര ചടങ്ങുകൾ ഇറാനിയൻ ജനതയുടെ തീരാ ദുഃഖത്തിന്റെ നേർക്കാഴ്ച തന്നെയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.